ഞാൻ ഇത്രയും വോയിസ് പ്രൊവോക്കായിട്ടും എനിക്ക് മാനസികമായിട്ട് വിഷമുണ്ടാക്കണ കുറെ കാര്യങ്ങൾ വരാനുള്ള കാരണം ഈ രണ്ടാമത്തെ വീഡിയോ ആണ്. രണ്ടാമത്തെ വീഡിയോ അവന്റെ അക്കൗണ്ടിൽ ഇല്ല. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാൽ കാണാം, അതില്ല. അത് റിക്കവർ ആക്കി എടുക്കാനാണ് ഞാൻ നിങ്ങളോട് ടൈം ചോദിച്ചത്. അവൻ വിചാരിച്ചത് ഡിലീറ്റ് ആക്കി കളഞ്ഞാൽ കിട്ടൂല എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളത് റിക്കവർ ചെയ്തിട്ട് എടുത്തു. അവന്റെ അക്കൗണ്ടിൽ മുമ്പേ ഇട്ട വീഡിയോ വേറൊരാൾക്കാർ സേവ് ചെയ്തു. ആവണി ആവൂസിന്റെ അമ്മയും അതേപോലെ സാത്താൻ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ അതിനകത്ത് ആ ബ്രോയും തമ്മിലുള്ള ആ ഇഷ്യൂവിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. അപ്പൊ അതിനെപ്പറ്റി അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. അതായത് ഈ സാത്താൻ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ആ ഒരു ചാനലിനകത്ത് ഈ പീരിയഡ്സ് റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ ഇട്ട്. അപ്പൊ ഈ പീരിയഡ്സ് സമയത്ത് ഈ ആരാധനാലയത്തിനകത്ത് പെണ്ണുങ്ങൾക്ക് കയറാൻ പറ്റാത്ത സംഭവത്തിനെ പറ്റി പുള്ളിക്കാരൻ ഒരു വീഡിയോ ഇട്ടയച്ചു. അപ്പൊ അതിന്റെ അടിയിൽ വന്നിട്ട് ഈ ആവണി ആവൂസ് എന്ന് പറഞ്ഞ പുള്ളിക്കാരിയുടെ അമ്മ വന്നിട്ട് അതിന്റെ അടിയിൽ ഒരു കമന്റ് ഇട്ട്. ആ കമന്റ് ഇട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരുമാതിരി പഴയ ഒരു കാലത്തുള്ള ചിന്താഗതി ഉള്ളല്ല ആ ഒരു രീതിക്കുള്ള ഒരു കമന്റാണ് ഇട്ടത്. അതായത് ആ പുള്ളിക്കാരനോട് എന്നാ നീ മൂത്രമൊഴിച്ച പാൻറ്റോടെ നീ അമ്പലത്തിൽ പോവോ എന്നുള്ള രീതിക്ക് ഒരു കമന്റ് ഇട്ട്. അപ്പൊ ആ ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ അങ്ങോട്ട് പോയില്ല. എന്നിട്ട് ചെന്നിട്ട് പേഴ്സണലായിട്ട് ആ പുള്ളിക്കാരന് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞ് നീ അത് റിയാക്ട് ചെയ്തിട്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചു നീ അതിൽ റിയാക്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുള്ള രീതിക്ക് പറഞ്ഞ് അവസാനം പുള്ളി അതെടുത്ത് റിയാക്ട് ചെയ്തിട്ടൊരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ലാസ്റ്റ് ഈ പുള്ളിക്കാരിയുടെ അതുവരെ ഉണ്ടാക്കി വെച്ച ആ ഒരു ഫേസ് ഫുൾ അങ്ങോട്ട് കംപ്ലീറ്റ് കീറി പോകുന്ന ഒരു അവസ്ഥ വരെ എത്തി. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരി ലാസ്റ്റ് ഞാൻ മരിച്ചു കളയും നീ എന്നോട് അങ്ങനെ പറഞ്ഞത്, അതായത് വേറൊരു രീതിക്ക് ഈ ഒരു സംഭവത്തിൻ്റെയൊക്കെ ട്രാക്ക് മാറ്റി പുള്ളിക്കാരിയുടെ സൈഡ് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വേറൊരു രീതിക്ക് ആക്കണ ഒരു ശ്രമമൊക്കെ നടന്നു. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരനെ PM-നകത്തുമായിട്ട് മെസ്സേജ് അയച്ച് നീ എന്നോട് ചോദിച്ച കാര്യം ഞാൻ സമ്മതിക്കാത്ത കൊണ്ടല്ലേ നീ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്ന മര്യാദക്ക്, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്നുള്ള രീതിക്കൊക്കെ ആ പുള്ളിക്കാരനോട് സംസാരിച്ച്. അപ്പൊ അങ്ങനെ ഒരുമാതിരി ഞാൻ മരിച്ചു കളയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തില്ല അതേപോലത്തെ രീതിക്ക്, അതേപോലെ ഈ വുമൺ കാർഡൊക്കെ ഇറക്കി കളിക്കുന്ന രീതിക്കൊക്കെയാണ് പുള്ളിക്കാരി അവിടെ കിടന്ന് കാണിച്ചത്. അപ്പൊ ഈ പുള്ളിക്കാരി പറയുന്ന ഈ ഒരു പല കാര്യത്തിനകത്തും കാര്യമുണ്ടെങ്കിൽ, അതായത് അങ്ങനെ ഇപ്പൊ ആ സാത്താൻ എന്ന് പറഞ്ഞ ആ പുള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ന്യായീകരിക്കാം ഈ പുള്ളിക്കാരി പറയുന്നതിന് പിന്നെ കാര്യമുണ്ടെന്ന് പറയാം. പക്ഷെ ഇത് അതേപോലുള്ളതിന് യാതൊരു തെളിവ് ഈ പുള്ളിക്കാരിയുടെ കാര്യത്തിൽ ഈ പുള്ളിക്കാരി കാണിച്ചിട്ടില്ല. വെറുതെ വന്നിരുന്ന് ഈ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ പുള്ളിക്കാരി ഇതുവരെ ഒരു വീഡിയോ ഇട്ട്, അതായത് ഈ ഒരു വിഷയത്തിനെ പറ്റി വീഡിയോ ഇട്ട് വന്നിട്ടുണ്ടായില്ല. പക്ഷെ ഇപ്പൊ പുള്ളിക്കാരി വീഡിയോ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടു. എന്താ വെച്ചാല് നിങ്ങളിത് കണ്ടോ, ഈ പയ്യനായിട്ട് ഞങ്ങൾക്ക് ബന്ധം എന്ന് പറഞ്ഞാൽ ആവണിയുടെ സിനിമ ഇപ്പൊ കുറിഞ്ഞ് സക്സസ്ഫുൾ ആയിട്ട് ദൈവം സഹായിച്ചിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞ ക്ലൈമാക്സ് സൂപ്പറാണ്, പോയ രീതി അത് ഗ്രാമീണ ഭംഗിയിലുള്ള വയനാട്ടിന്റെ ഒരു സാധാരണ കഥ പറയുന്ന ഒരു സിനിമയാണെന്നുള്ള നല്ല അഭിപ്രായം കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. ഈ സമയത്ത് ആവണീനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ റീച്ച് കിട്ടുന്ന അറിയുന്ന ആളാരാണ് ആയിരിക്കും? ഇന്റർവ്യൂ ചെയ്യാൻ വന്ന പയ്യനായിരിക്കും. കാരണം ഞങ്ങളുടെ കൂടെ അവിടെ കുറെ മീഡിയാസ് ഉണ്ടായിരുന്നു, അതിൽ ഒരു പയ്യനാണ്. അപ്പൊ ഇവര് പറയണതെന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പയ്യൻ വന്നിട്ട് ഈ വീഡിയോ ഇടുന്നതെന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ പയ്യൻ വന്നിട്ട് ഈ വീഡിയോ ഇടാനായിട്ടുള്ള കാരണം എന്താണ്? നിങ്ങൾ അവരുടെ അടിയിൽ പോയിട്ട് ഈ കമന്റ് ഇട്ടിട്ട് പിന്നെ അവരെ കുത്തി ചോദിച്ചിട്ട്, അതായത് നീ അതിനെ റിയാക്ട് ചെയ്യ് എന്ന് പറഞ്ഞിട്ട് PM-നകത്ത് ചെന്ന് മെസ്സേജ് അയച്ചുകൊണ്ടാണ് ആ പയ്യൻ വീഡിയോ ഇട്ടത്. അല്ലാണ്ട് ഈ പടം ഇറങ്ങണ് അതുകൊണ്ട് ഈ സമയത്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ റീച്ച് കയറും എന്നൊക്കെ ചിന്തിക്കാൻ നിന്ന് കഴിഞ്ഞാൽ, അതേപോലെ തന്നെ ഇപ്പൊ ഇവർ ഇതിന്റെ ഇടയ്ക്ക് പറയുന്ന ഈ ഒരു വീഡിയോന്റെ ഭൂരിഭാഗം കാണുമ്പോഴേ നമുക്ക് തോന്നുന്നത് തന്നെ ഇത് ഈ പടത്തിന്റെ ഒരു പ്രൊമോഷൻ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ അവര് ചെയ്യുമ്പോ ആഹാ, ഇവര് ചെയ്യുമ്പോ ഓഹോ എന്നുള്ള രീതിക്കാണ് ഇപ്പൊ ഈ ഒരു വീഡിയോ പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിയുണ്ട് ഈ പയ്യൻ. അപ്പൊ ഇവൻ ഞാൻ അവന് പേഴ്സണൽ ആയിട്ട് അയച്ചിട്ടുള്ള വോയിസ് എടുത്തിട്ടാണ് റിയാക്ട് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അത് കുറെ കട്ടിങ് ചെയ്തിട്ടുള്ള ഭാഗങ്ങളാണ്, കുറെ ഡിലീറ്റ് ചെയ്തിട്ടുള്ള ഭാഗങ്ങളാണ്. ഇതൊക്കെ അവൻ ഹൈഡ് ചെയ്തിട്ട് അവന് അപ്പൊ ഈ നമ്മൾ ഈ പയ്യൻ ഈ എടുത്ത വീഡിയോനകത്ത്, അതായത് ഈ ഇതിനെപ്പറ്റി റിയാക്ട് ചെയ്തിട്ടിട്ട വീഡിയോനകത്ത് പുള്ളിക്കാരൻ ഇങ്ങനെ കുറെ സംഭവങ്ങൾ വെച്ചിട്ടുണ്ടായി. അതായത് പുള്ളിക്കാരന്റെ അച്ഛനെ പ്രാവുന്നതും അതേപോലെ അമ്മേനെ പ്രാവുന്നത്. ഈ പുള്ളിക്കാരി വന്നിട്ട് ഒരുമാതിരി PM-നകത്ത് വന്ന് ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. അപ്പൊ അങ്ങനത്തെ പല സംഭവങ്ങളും എടുത്ത് കാണിച്ചായിരുന്നു. അപ്പൊ ഈ പുള്ളിക്കാരി പറയണതെന്ന് പറഞ്ഞാൽ പലതും കട്ട് ചെയ്ത് കളഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. ഇനി അങ്ങനെ കട്ട് ചെയ്തു കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കാനായിട്ടുള്ള പല വഴികളും ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ അതിനകത്ത് ഏതെങ്കിലും ഒരു വഴി ഉപയോഗിച്ചിട്ട് അതൊക്കെ തിരിച്ചെടുത്തിട്ട് നിങ്ങൾ വന്ന് കാണിക്കണം. എന്തേ ഇതൊക്കെയാണ് ആ പയ്യൻ പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ വന്നിട്ട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ സൈഡിനകത്ത് എന്തെങ്കിലും ഒരു സത്യാവസ്ഥ ഉണ്ടെന്ന് പറയാം. പക്ഷെ നിങ്ങളിത് വെറുതെ വന്നിട്ട് ഒരു മറ്റേ പുകമറ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നീ അവൻ പറയുന്നത് കള്ളം, അതേപോലെ അവൻ പലതും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നൊക്കെ പറയണതിൽ എന്തെങ്കിലും അർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നല്ല. ബാക്കിയുണ്ടോ? രണ്ടാമത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ രണ്ടാമത് ഞാൻ മെസ്സേജ് അയച്ചതിന് കാരണം എന്താണെന്ന് കുറെ
എല്ലാം സ്മാർട്ടാക്കി ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരും. ഇതെല്ലാം വിത്ത് പ്രൂഫ് ആയിട്ട് ഞാൻ വരും. കാരണം എന്താ വെച്ചാല് ഇവന്റെ വിചാരം ഡിലീറ്റ് ചെയ്യാൻ നമുക്കത് എടുക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ കുറെ കാരണങ്ങളാണെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പൊ പ്രൂഫൊക്കെ ആയിട്ട് പുള്ളിക്കാരി വേറൊരു വീഡിയോനകത്ത് വരും എന്നാണ് ഈ ഒരു വീഡിയോനകത്ത് പറഞ്ഞത്. അപ്പൊ ഈ ഒരു വീഡിയോനകത്ത് പുള്ളിക്കാരി പറയുന്നുണ്ടല്ലോ, അതായത് അങ്ങനെ എടുക്കാൻ പറ്റൂല എന്നാണ് അവൻ വിചാരിക്കുന്നത്, പക്ഷെ ഞാൻ എടുക്കും എന്നൊക്കെ പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ പ്രൂഫൊക്കെ ആയിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോയ ആള് പിന്നെ ഒരു വീഡിയോ ആയിട്ട് വന്ന്, അപ്പൊ ഉറപ്പായിട്ട് ആ ഒരു വീഡിയോനകത്ത് എന്തായിരിക്കും ഉണ്ടാവേണ്ട, പ്രൂഫാണ് ഉണ്ടാവേണ്ടത്. പക്ഷെ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുപോകാം. അപ്പൊ എന്റെ മതത്തിൽ ഇങ്ങനെ ഒരു സംസ്കാരമുണ്ട്. അത് വെച്ചാല് നമ്മൾ പീരീഡ്സ് ആയ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മള് പുണ്യമായ സ്ഥലങ്ങൾ എന്ന് വിചാരിക്കുന്ന സ്ഥലങ്ങളിൽ പോവാറില്ല. അങ്ങനെ വിചാരിക്കുന്ന രാമായണ ബുക്ക്, പിന്നെ ഖുറാൻ, ഇതൊന്നും തൊടാറില്ല. ഇതൊക്കെയാണ് എന്നെ പഠിപ്പിച്ചത്. ഞാൻ ശിവാഞ്ജന എന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുവന്നതല്ലാട്ടത്. ഈ സംഭവം എൻ്റെ അമ്മയുടെ കാലത്ത്, അതിന് മുമ്പുള്ള കാലത്ത് പണ്ടുമുതലേ ഉള്ള ഒരു സംഭവമാണ്. അത് ഞാൻ തുടർന്ന് വരുന്നത്. അപ്പൊ എനിക്ക് അതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആ വീഡിയോയിൽ പോയിട്ട് എനിക്ക് സ്മൈൽ, എല്ലാവരും നിങ്ങൾക്ക് കമന്റ് ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ കമന്റ് ഇട്ടാ പോരെ ചേച്ചി, എന്നോട് കമന്റ് ഇടാൻ പറഞ്ഞാണ് അവൻ ഇട്ട വീഡിയോക്കകത്ത് കമന്റ് ഇടാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് സ്മൈൽ ഇടാൻ പറ്റില്ല, ലവ് കൊടുക്കാൻ പറ്റുമോ? ഇങ്ങനെ ഒരു വീഡിയോ അവൻ കേറണം എന്ന് പറഞ്ഞ വീഡിയോയിൽ നമുക്ക് പ്രൂഫായിട്ട് വരാന്ന് പറഞ്ഞ ആള് വന്നിട്ട് പറയണതെന്ന് പറഞ്ഞ ആ ഒരു കമന്റ് ഇടാനായിട്ടുണ്ടായ സാഹചര്യമൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. പുള്ളിക്കാരിയുടെ പറയുന്ന ആ ഒരു സാഹചര്യം എന്തോന്നാ, പുള്ളിക്കാരിയുടെ സംസ്കാരം, അതേപോലെ പുള്ളിക്കാരിയുടെ ആ ഒരു മതം, ആ ഒരു വിശ്വാസത്തിനകത്തൊക്കെ പറയണതെന്ന് പറഞ്ഞ ഈ ഒരു പീരീഡ്സ് സമയത്തൊക്കെ ആരാധനാലയങ്ങളിൽ പോകാൻ പാടില്ല എന്നുള്ള രീതിക്കാണ് പറയണത്. ആ ഒരു ചിന്താഗതിയോട് ഞാൻ ഒരിക്കലും യോജിക്കലാട്ട. കാര്യം ഈ പീരീഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ അത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലാണ്ട് അവരെ അങ്ങനെ ആ ഒരു സമയത്ത് വേർതിരിച്ച് കാണുന്നതിനോടൊന്നും ഞാൻ ഒരിക്കലും അതിനെ യോജിക്കാനുള്ള, ഞാൻ അതിനെ എതിർക്കണ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഒരു സംഭവമൊക്കെയാണ് പുള്ളിക്കാരി ഇവിടെ പറയണത്. അപ്പൊ പുള്ളിക്കാരിയുടെ വിശ്വാസം അതാണ്, അതൊക്കെ അങ്ങനെ പോട്ടെ. പക്ഷെ അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഈ പുള്ളിക്കാരി ഇവിടെ പ്രൂഫായിട്ട് വരാന്ന് പറഞ്ഞിട്ട് എവിടെ പ്രൂഫ്? നമുക്ക് ബാക്കിയുണ്ടോ? ഞാൻ ഇത്രയും വോയിസ് പ്രൊവോക്കായിട്ടും എനിക്ക് മാനസികമായിട്ട് വിഷമുണ്ടാക്കണ കുറെ കാര്യങ്ങൾ വരാനുള്ള കാരണം ഈ രണ്ടാമത്തെ വീഡിയോ ആണ്. രണ്ടാമത്തെ വീഡിയോ അവന്റെ അക്കൗണ്ടിൽ ഇല്ല. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കി കാണാം, അതില്ല. അത് റിക്കവർ ആക്കി എടുക്കാനാണ് ഞാൻ നിങ്ങളോട് ടൈം ചോദിച്ചത്. അവൻ വിചാരിച്ചത് ഡിലീറ്റ് ആക്കി കളഞ്ഞാൽ കിട്ടൂല എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളത് റിക്കവർ ചെയ്തിട്ട് എടുത്തു. അവന്റെ അക്കൗണ്ടിൽ മുമ്പ് ഇട്ട വീഡിയോ വേറൊരു ആൾക്കാർ സേവ് ചെയ്ത് വെച്ചുകൊണ്ട് എനിക്കത് ഫ്രണ്ട്സ് അയച്ചെന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് പ്ലേ ആക്കിയിട്ട് ഫുള്ള് കേൾക്കണം കേട്ടോ. ഫുള്ള് കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ എത്രയും മാനസികമായിട്ട് വിഷമിച്ചതും എന്തുകൊണ്ടാണ് എന്നുള്ളത് അറിയണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കേൾക്കണം. ഈ വീഡിയോ കേട്ടതിന് ശേഷം അതിനുശേഷം ഞാൻ ഓരോ സ്ഥലത്തും നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. അതായത് അയോധ്യയിലെ രാമക്ഷേത്രം പണിതതിനെ തുടർന്ന് എല്ലാവരും എതിർക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങനെ എതിർക്കാൻ പാടില്ല. അങ്ങനെ ഒരു രാമക്ഷേത്രം അവിടെ വേണം, നമുക്കത് അനിവാര്യമാണ്. കാരണം ശ്രീരാമൻ ദൈവമാണെന്നും സത്യമാണെന്ന് രാമായണത്തിൽ പറയുന്നുണ്ട്. ജീസസ് ക്രൈസ്റ്റ് സത്യമാണെന്ന് ഈ പറയുന്ന ബൈബിളിൽ പറയുന്നുണ്ട്. അള്ളാഹു ദൈവമാണെന്നും അള്ളാഹു സത്യമാണെന്ന് ഖുറാനിൽ പറയുന്നുണ്ട്. അതേപോലെ സൂത്രനും ഷേരുവും മായാവി ലുട്ടാപ്പിയും കുട്ടൂസനും ഡാഗിനിമുമ്മയും ഒക്കെ സത്യമാണെന്ന് ബാലരമ. ഓക്കെ, പ്രൂഫ് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ഇവിടെ പുള്ളിക്കാരി എന്താണാവോ പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതായത് ആ ഒരു സാത്താൻ എന്ന് പറഞ്ഞ ആ ഒരു ബ്രോ ഇതേപോലുള്ള, അതായത് ഇപ്പം മതപരമായിട്ടുള്ള പല വിഷയത്തിനകത്തും കയറി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അവനെ അറ്റാക്ക് ചെയ്യണം, അവൻ അങ്ങനെ ഒരുത്തനാണ് എന്നൊക്കെ വരുത്തി തീർക്കാനാണോ നിങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതേപോലെ ഡിലീറ്റ് ആയ ഒരു വീഡിയോ ഞാൻ റിക്കവർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച്, അതായത് ഈ പുള്ളിക്കാരിനോട് വല്ല രീതിക്ക്, അതായത് ഇപ്പൊ പുള്ളിക്കാരി നേരത്തെ ആ ചാറ്റിനകത്ത് പറയുന്നുണ്ടായല്ല, ഞാൻ ആത്മഹത്യ ചെയ്ത് കളയും, നീ അങ്ങനെ എന്നോട് പറഞ്ഞില്ലേടാ എന്നൊക്കെ ഉള്ള രീതിക്ക് പറഞ്ഞല്ലേ, ആ ഒരു രീതിക്കുള്ള പല വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇവിടെ എന്താണ്, പുള്ളിക്കാരന്റെ ഒരു വിഷയത്തിൽ, അതായത് അവിടെ നടന്ന ഒരു വിഷയത്തിനകത്ത് പുള്ളിക്കാരനുള്ള ഒരു അഭിപ്രായം പറഞ്ഞതിനാണ് അത് പൊക്കി പിടിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇത് ബാക്കിയുണ്ടോ? ഇതാണ് എന്നെ വോയിസ് അയക്കാൻ പ്രകോപിപ്പിച്ച കാര്യം. പിന്നെ എല്ലാവരും പറഞ്ഞു ഞാൻ ശപിച്ചു പറയുന്നുണ്ടായിരുന്നു. ശപിച്ചു എന്ന് പറഞ്ഞതിന്റെ അതിന്റെ വോയിസ് ഞാൻ ആദ്യം കേൾപ്പിക്കാം, എന്നിട്ട് ഞാൻ അതിന്റെ കാര്യം പറയണായിരിക്കും നല്ലത്. ഓക്കെ, കണ്ടിന്യൂ എന്നൊക്കെ പറഞ്ഞിട്ടാട്ടാ നിർത്തിയേക്കണം. അതായത് ഇത് ഇവിടം കൊണ്ടൊന്ന് നിർത്താനായിട്ട് പുള്ളിക്കാരിക്ക് യാതൊരു ഉദ്ദേശം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ന്യായമുണ്ടെന്ന് നിങ്ങൾക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ തെളിവുകളായിട്ട് വന്ന്, ഇത് ഒരു തെളിവും ഇല്ലാണ്ട് വെറുതെ ഇവിടെ വന്നിരുന്നിട്ട് എല്ലാം അവനാണ് ചെയ്തത് വന്നിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ആ പുള്ളിക്കാരൻ്റെ തെറ്റാവില്ല. നിങ്ങളുടെ ഭാഗത്ത് വെറുതെ ഈ മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറയുന്നതായിട്ടാണ് അതിനെ തോന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുകൾ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടെങ്കിൽ
അത് കൊണ്ടുപോകും, അല്ലെങ്കിൽ തെളിവുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടിരിക്കണം മാത്രമല്ലാണ്ട് ഒരു തെളിവുകളും കണ്ടില്ല. അത് മാത്രമല്ല അപ്പുറത്തുള്ള ആ ബ്രോ ആണെങ്കിൽ പുള്ളിക്കാരന്റെ ഭാഗത്തുള്ള തെളിവുകളെല്ലാം കാണിക്കുകയും ചെയ്തു. എനിക്കിത് കണ്ടപ്പോഴത്തേക്കും ഒരു പക്ക വെറുതെ ആ ഒരു സിനിമയുടെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ വെറുതെ പുള്ളിക്കാരിയുടെ ആ ഒരു നല്ലൊരു ഫേസ് പൊളിഞ്ഞു പോയി, അതുകൊണ്ട് ഇനി ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു, അവനാണ് എല്ലാത്തിനും കാരണം എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടാണ് എനിക്കത് കണ്ടപ്പോഴത്തേക്കും തോന്നി. എന്താണെന്ന് കണ്ടപ്പോഴത്തേക്കും നിങ്ങൾക്ക് തോന്നിയത് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്ക് ടാറ്റ ബൈ ബൈ, സീ യു.